ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ട് വീണ്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവർ മാനസികാവസ്ഥ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഓർഗൻസം ഇല്ലാത്ത ജീവിക്കുന്ന അവരുടെ ഒരു മാനസികാവസ്ഥയെ മനസ്സിലാക്കി ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരികയും അവർക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ ഉണ്ടാകുകയും കൂടെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇതിന് മുന്നോടിയായിട്ട് ഈ സാറോട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് മുൻപ് 2018 തോന്നുന്നു ഇങ്ങനെ ഒരു നമ്മുടെ ഒരു ട്രാൻസ് കപ്പിൾ ഇങ്ങനെ ഓർഗൻസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഫുൾ ബോഡി ആണെന്ന് തോന്നുന്നു. മെഡിക്കൽ കോളേജിലേക്ക് പഠിക്കാനോ അങ്ങനെ എന്തോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു വായിച്ച് കേട്ടിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഇത്രയുള്ള പറയാൻ വേണ്ടി. അത് നമ്മള് കേരള സ്റ്റേറ്റിന്റെ മൊത്തം ഒരു വെബ്സൈറ്റിലാണ് അത് പോകുന്നത്. പറയാൻ പറ്റില്ല, അത്രയും നമ്പർ ആൾക്കാരാണ് ഇപ്പൊ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് ഏകദേശം തന്നെ ഒരു 200ഓളം ആൾക്കാര് പിന്നെ വെയിറ്റിംഗ് ആയിട്ട് പല നമുക്കിപ്പോ ഞാൻ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മള് വൃക്കയുടെ ഒരു കാര്യം മാത്രമേ അറിയുന്നുള്ളൂ. അതുപോലെ വൃക്ക, ലിവർ, ഹാർട്ട് അതിന്റെയൊക്കെ രജിസ്റ്റർ ഉണ്ടാവും. അപ്പം വൃക്കരോഗികൾ തന്നെ ഏകദേശം ഒരു 200 ആള് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ അവിടെ വെയിറ്റിംഗിലായിട്ട് നിൽക്കുന്നുണ്ട് കാലിക്കറ്റ്. മറ്റേ ഓൾ കേരള നമുക്കറിയില്ല അതിന്റെ. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മള് വീക്ക്ലി 1 ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ലൈവ് റിലേറ്റഡ് എന്ന് പറയുന്നത്. അത് അച്ഛനമ്മ, സഹോദരങ്ങള് അല്ലെങ്കിൽ മക്കള്. അത് ആഴ്ചയിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്.